Hi friends, today we are going to study about collective nouns. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ്. ആദ്യം കളക്റ്റീവ് നൗൺസ് എന്താണെന്ന് നോക്കാം. കളക്റ്റീവ് നൗൺസ് റെഫർ ടു എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ തിങ്സ്. വ്യക്തികൾ, മൃഗങ്ങൾ, പക്ഷികൾ, വസ്തുക്കൾ എന്തിൻ്റെയും ഒരു കൂട്ടത്തെ കാണിക്കുന്ന ഒരു ഗ്രൂപ്പിനെ റെഫർ ചെയ്യുന്നതാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഫോർ കളക്റ്റീവ് നൗൺസ്: ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, സ്കൂൾ ഓഫ് ഫിഷ്, ക്രൗഡ് ഓഫ് പീപ്പിൾ, ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. These all are examples of collective nouns. There's a lots of example I will discuss in next class. Next one, countable nouns and uncountable nouns. Countable nouns can be counted. Example, an apple, 2 apples, 3 apples, likewise. കൗണ്ടബിൾ നൗണുകൾ എന്നാൽ നമുക്ക് എണ്ണാൻ സാധിക്കുന്നവ, ഒരു നമ്പർ ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നവ. ഇപ്പോൾ ആപ്പിൾ എന്ന ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരാപ്പിൾ, 2 ആപ്പിൾ, 3 ആപ്പിൾ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നവയാണ് കൗണ്ടബിൾ നൗണുകളിൽ ഉൾപ്പെടുന്നത്. അൺകൗണ്ടബിൾ നൗൺസ് cannot be counted. എക്സാമ്പിൾ, എയർ, റൈസ്, വാട്ടർ, എക്സെട്ര. അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് എണ്ണാൻ സാധിക്കാത്ത വസ്തുക്കളുടെ പേരുകളെ റെഫർ ചെയ്യുന്നു. എയർ, റൈസ്, വാട്ടർ ഇവയെല്ലാം അൺകൗണ്ടബിൾ നൗൺസിൽ പെടുന്നതാണ്. അതായത് നമുക്ക് വായു, അരി, വെള്ളം ഇവയെ ഒന്നിനെയും നമ്പർ ചേർത്ത് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവയാണ് അൺകൗണ്ടബിൾ നൗണുകളിൽ പെടുന്നത്. I will give you more examples for collective nouns, countable nouns and uncountable nouns in my next class. Please like, comment, share and subscribe. Thanks for watching.